ഏയ് അങ്ങനൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലേ. എപ്പോഴും തനിച്ചിരിക്കാൻ നേരത്തെ നെഞ്ചിനകത്തൊരു പിടച്ചില്ല. എവിടെയായിട്ട് നന്നായിട്ട് ജീവിച്ചാ മതിയായിരുന്നു. തനിക്കെന്താ പറയണമെന്ന് പറഞ്ഞ തന്നോട് സൗകര്യം പോലെ നാളെ പറഞ്ഞാൽ മതി. എന്തിനാണ് മേടിക്കുന്നത്? ഒരാളുടെ തലയിൽ കിടക്കണ കുറച്ച് മുടിയല്ലേ, അത് കുറച്ചു കാലം കിടന്നോട്ടെ. മുടി വളർത്തുന്നവരത് വളർത്തും, കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകും. മുടി വളർത്തുന്നവരുണ്ട്, കഷണ്ടി വളർത്തുന്നവരുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയാണ്. ഞങ്ങളുടെ മുടി വളർത്തും, കഷണ്ടി വളർത്തും. അത് കാര്യമായിട്ട് വളർത്തുന്ന ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാണ് നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സ്വല്പം വെടിപ്പും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ഈ മുടിയൊക്കെ ഒന്ന് ചീ ഒതുക്കി വെക്കണം. അത് മാത്രം എന്നോട് പറയരുത്. അതെന്താ? മുടി ഒതുക്കാൻ തിരുവനന്തപുരത്ത് ഒരു വൈദ്യരുണ്ടാക്കിയ ഹെർബൽ ഓയിൽ വാങ്ങിച്ച് തേച്ചതാണ്. അതിനുശേഷമാണ് ഇതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത്. ഇനി ഇത് താഴുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. गिरे जननाम चैतन्य स्तवकं करन्दस्तुतिचरे. Oh gracious one, you're the sun that dispels the darkness of the unlettered. You're the stream of consciousness for the unthinking fool. ൊരേട്ടനല്ലേ എന്നെ നീ അറിയാതെ പോയതെന്തേ? ഇനി രാവണന്റെ വരവാണ്. അപ്പ എന്തുവാടാ എന്നപ്പ ഇത്? ഇന്നെങ്ങാനും വരുമോ ബസ്? അരിവട വരും, അത്ര നേരമുള്ളൂ. എനിക്കാണ് വിശക്കുകയും ചെയ്യുന്നു. അപ്പാ വിശക്കുന്നു. അപ്പൊ എന്താ ഒന്നും കഴിയാതെ? അത് വേണ്ടത് ഈ എണ്ണിൽ കൈ വിശപ്പില്ലാത്തോണ്ടല്ലേ ഒരു കാലിച്ചായാലും ഒതുക്കിയത്. അതവന് മനസ്സിലാകണമെങ്കിൽ നാളെ അവനും ഒരു അച്ഛനാവണം. സുരേഷ് എന്നെ തെറി വിളിച്ചിട്ട് ഞാൻ തിരിച്ചൊരക്ഷരം പോലും മിണ്ടിയില്ല. ഇനി എന്തേലും പറഞ്ഞാ അടിക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നുമോൻ തിരിച്ചു തല്ലാനൊന്നും പോണ്ട, മാഷിനോട് പറഞ്ഞാ മതി കേട്ടോ. ആ മാഷ് തന്നെ ഈ സുരേഷ്. എല്ലാരും പറയും കറുപ്പിന് ഏഴഴകാണെന്ന്. പക്ഷെ നമ്മളൊരു പെണ്ണിനെ ചെന്ന് ഇഷ്ടമാണെന്ന് പറയുന്ന നേരത്ത് അവര് പറയും നിറം പോരെന്ന്. ദൈവം നിറം തരാതെ ചതിച്ചെങ്കിലും ഇതിനകത്ത് നല്ല